കടമത്തെത്തിയ ശേഷം രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ പോകുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള B.Ed കോളേജിലേക്കാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് CTETൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കാനുണ്ട്. അതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യവും. അപ്പോൾ അവരോട് സംസാരിക്കണം. അവർക്ക് CTETന് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം പോരാ, അവർക്ക് അതിൻ്റെ മാക്സിമം സ്കോറിലേക്ക് എത്തിയാൽ മാത്രമാണ് ഈ ദ്വീപിലെ ജോലികളിലൊക്കെ അവർക്ക് എത്താൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച രീതിയിൽ അവർക്ക് ക്ലാസ് നൽകേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടൊരു സ്കോളർഷിപ്പ് എക്സാം കൂടി എൻട്രി നടത്തുന്നുണ്ട്. അതിൽ സക്സസ് ആവുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ വരുന്ന 30 പേർക്ക് എൻട്രിയുടെ CTET കോഴ്സ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് നടന്നൊരു സെമിനാർ ആയതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എൻട്രി ഗീവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്കാണ് ഇന്നത്തെ യാത്ര. പക്ഷേ പേപ്പർ 2 ഇനി ക്വാളിഫൈഡ് ആവണം, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സാർ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ട്രൈ ചെയ്തേക്കാം. എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. പ്രോപ്പർ ആപ്ലിക്കേഷൻ ടൈം പോലും എന്റെ ഫ്രണ്ട് അൻഷിയാണ് ഹെൽപ്പ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ലാംഗ്വേജ് 1 ഉണ്ട്, ലാംഗ്വേജ് 2 കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആണ്, എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് സ്കിൽ കുറവാണ്. പക്ഷെ അതിൽ എനിക്ക് ടൈം ഉണ്ട്. എനിക്ക് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് സെറ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.